കോൺഗ്രസിൽ പുനഃസംഘടന ഉണ്ടാകുമോ എന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. സുധാകരൻ തന്നെ തുടരുമെന്ന ന്യൂസ് 18 വാർത്ത ഇന്നലെ സുധാകരൻ ശരിവച്ചിരുന്നു. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ തുടർ പ്രതികരണങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കെ സുധാകരൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ ഇപ്പോൾ ന്യൂസ് 18 ചേരുന്നു. KPCC-യിൽ നേതൃമാറ്റം ഉണ്ടായേക്കുമെന്ന വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നതിനിടെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ എന്നോടൊപ്പം ചേരുന്നു. അങ്ങ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ തനിച്ചുപോയി കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ അതൊരു യാത്രയപ്പായിരുന്നു എന്നാണ് അവിടെ നിന്ന് പുറത്തേക്ക് വലിയ തരത്തിൽ പ്രചരിക്കുന്ന അഭ്യൂഹം. എന്താണ് യഥാർത്ഥത്തിൽ ഈ മീറ്റിംഗിൽ സംഭവിച്ചത്? അങ്ങനെയുള്ള നേതൃത്വത്തിന്റെ ഒരു സമീപനം എങ്ങനെയാണ്? നല്ല സമീപനം, സ്നേഹമസൃണമായ പെരുമാറ്റം. അല്ല, ഖാർഗേജിയൊക്കെ ഇത്രയും സ്നേഹത്തിൽ പെരുമാറുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. ആ സ്നേഹത്തോടെയുള്ള ഗാന്ധി എന്നെ ആശ്ലേഷിച്ചിട്ടാണ് എന്നെ വിട്ടത്. നല്ല സ്നേഹം. അല്ല, ആ ആശ്ലേഷം അങ്ങേ യാത്ര അയക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്തോ ആവട്ടെ, ഞാനതിനെ കുറിച്ച് ചോദിക്കാനൊന്നും പോയിട്ടില്ല. ഈ ആശ്ലേഷം എന്നെ പുറത്താക്കാനാണോ ഒന്നും ചോദിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. എനിക്കത് പ്രശ്നവുമല്ല. അതൊക്കെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ തീരുമാനമാണ്. ആ തീരുമാനം വാട്ട് എവർ ഇറ്റ് മേ ബി ദാറ്റ് ഐ വിൽ ഒബേ. ദീപാദാസ് മുൻഷി അങ്ങേക്കെതിരെ എന്തെങ്കിലും റിപ്പോർട്ട് റിപ്പോർട്ടഡ് ടു ഹൈക്കമാൻഡ്. അത് അങ്ങേ മാറ്റണമെന്നാണോ? അങ്ങനെ എന്തെങ്കിലും? പക്ഷേ അങ്ങയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? എന്റെ നിലപാട് എന്താണെന്ന് പാർട്ടി മാറണമെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് മാറും. ആ ദേശീയ നേതൃത്വം അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടില്ല. അന്ന് 100 വട്ടം പറഞ്ഞു എനിക്ക് ചോദിക്കരുത്. പക്ഷെ അങ്ങനെ വലിയ പ്രചാരണം നടക്കുന്നതിനല്ലേ നിങ്ങൾ നിശ്ചയിച്ച ഞാൻ നിശ്ചയിച്ചാൽ പിന്നെ നിങ്ങൾ പിന്നെ അത് അങ്ങനെ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കല. ഇന്നലെ എനിക്ക് വിശ്വസനീയമായ ഒരു കേന്ദ്രത്തിൽ ലഭിച്ച വിവരമനുസരിച്ച് ആന്റോ ആന്റണി തന്നെ KPCC അധ്യക്ഷനായി ഇന്നലെ തന്നെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് കോട്ടയത്ത് അദ്ദേഹം തങ്ങുകയായിരുന്നു എന്നും. അത് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചല്ലോ. അദ്ദേഹം പിൻവലിച്ചല്ലോ. അദ്ദേഹം തന്നെ അദ്ദേഹത്തെ പിൻവലിച്ചു. അത് യഥാർത്ഥത്തിൽ ആർക്കാണ് ഒരു കാര്യം കൂടെ, ആർക്കാണ് അങ്ങേ മാറ്റാൻ? എന്താണ്? ആർക്കുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് അന്വേഷിച്ചപ്പോ ആർക്കുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രചാരണം അങ്ങനെ വന്നൊരു പ്രചരണം വന്നത്? നിങ്ങൾ അന്വേഷിക്കണം. മാധ്യമങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തുക. അതാണ് നിങ്ങളുടെ ധർമ്മം. നിങ്ങളൊരു നല്ല മര്യാദയും അന്തസ്സുള്ളൊരു മാധ്യമമാണെങ്കിൽ ഇതിന്റെ പിറകിൽ ആരാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് വസ്തുതകൾക്ക് വിരുദ്ധമായി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ ന്യൂസ് 18-ലൂടെ അദ്ദേഹത്തിന്റെ നിലപാട് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. നേതൃമാറ്റമെന്ന ഒരു ചർച്ചയും ഹൈക്കമാൻഡുമായി നടന്ന ചർച്ചയിൽ ഉണ്ടായിട്ടില്ല. സ്നേഹപൂർണമായ ഒരു പെരുമാറ്റമാണ് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുന ഖാർഗെയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് കൂടി KPCC അധ്യക്ഷൻ പറഞ്ഞു വെക്കുമ്പോൾ നേതൃമാറ്റമെന്ന തലത്തിൽ പ്രചരിച്ചുകൊണ്ടിരുന്ന മുഴുവൻ വാർത്തകളും നിഷേധിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ രംഗത്തെത്തുന്നു. വൈകുന്നേരം ദീപാദാസ് മുൻഷിയും അതോടൊപ്പം KC വേണുഗോപാലും ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് KPCC അധ്യക്ഷൻ തലസ്ഥാനത്തെത്തിയത്. പക്ഷേ തനിക്കെതിരെ ദീപാദാസ് മുൻഷി അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം കെ സുധാകരൻ സ്ഥിരീകരിക്കുമ്പോഴും അതിൽ ഒരു തരത്തിലും നേതൃത്വം ആ കാര്യം മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് സുധാകരൻ തന്നെ പറഞ്ഞു വെക്കുകയാണ്. അതായത് ദീപാദാസ് മുൻഷി KPCC അധ്യക്ഷനെതിരെ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. പക്ഷേ ആ റിപ്പോർട്ട് പരിഗണനയിലെടുത്തുകൊണ്ട് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും നടന്നിട്ടില്ല എന്നുകൂടി അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയാണ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭ്യൂഹം ഏറുന്നത് എന്നതാണ് ഏറ്റവും രാഷ്ട്രീയ പ്രസക്തി ആർജിച്ച ചോദ്യം. കഴിഞ്ഞ ദിവസം ആന്റോ ആന്റണി KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമോ എന്ന് കെ മുരളീധരനോട് ചോദിച്ചപ്പോൾ പേര് പറയാതെ മുരളീധരൻ നടത്തിയ ഒരു പരാമർശമുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം എടുത്തു പറഞ്ഞത് ഫോട്ടോ വെച്ചാൽ തിരിച്ചറിയുന്ന ആളായിരിക്കണം KPCC പ്രസിഡന്റ് എന്നാണ്. ഇത് വലിയ തരത്തിൽ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ സജീവമായ ചർച്ചകൾക്ക് വഴിവെക്കുന്ന സാഹചര്യമുണ്ടായി. അതിനു പിന്നാലെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഹൈക്കമാൻഡ് നേതൃത്വവുമായി ബന്ധപ്പെട്ടത്. അതോടൊപ്പം AK ആന്റണി, വയലാർ രവി ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഫോണിൽ വിളിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനു പുറകെ VM സുധീരൻ, മുൻ KPCC അധ്യക്ഷൻ കൂടിയായ VM സുധീരൻ ദീപാദാസ് മുൻഷിയെ ഫോണിൽ വിളിച്ച് ഇപ്പോൾ നേതൃമാറ്റം നടത്തിയാൽ ഉണ്ടാകാനിടയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ച് ക്ഷുഭിതനായി സംസാരിച്ചുവെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിനിടയിലാണ് ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രചാരണം ഡൽഹിയിലും തലസ്ഥാനത്തൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഏറ്റവും പ്രസക്തമായ പ്രതികരണവുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ ന്യൂസ് 18-ലൂടെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. യെസ് ഡാൻ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കെ സുധാകരന്റെ വാക്കിൽ നിന്നുണ്ടാവുന്നത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തനിക്കെതിരെ റിപ്പോർട്ട് നൽകി എന്ന്
സുധാകരൻ സ്ഥിരീകരിക്കുകയാണ് തനിക്കെതിരെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി തനിക്കെതിരെ റിപ്പോർട്ട് നൽകി തന്നെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. സുധാകരൻ തന്നെ സ്ഥിരീകരിക്കുന്നു. എന്നാൽ തന്നെ മാറ്റണമെന്നത് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുമില്ല. ഒപ്പം തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഒരിക്കൽ കൂടി ഡാനിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി കേൾക്കാം ആ സുധാകരന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി. KPCCയിൽ നേതൃമാറ്റം ഉണ്ടായേക്കുമെന്ന വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നതിനിടെ KPCC അധ്യക്ഷൻ K. സുധാകരൻ എന്നോടൊപ്പം ചേരുന്നു. അങ്ങ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ തനിച്ചുപോയി കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ അതൊരു യാത്രയപ്പായിരുന്നു എന്നാണ് അവിടെ നിന്ന് പുറത്തേക്ക് വലിയ തരത്തിൽ പ്രചരിക്കുന്ന അഭ്യൂഹം. എന്താണ് യഥാർത്ഥത്തിൽ ഈ മീറ്റിംഗിൽ സംഭവിച്ചത്? അങ്ങനെയുള്ള നേതൃത്വത്തിന്റെ ഒരു സമീപനം എങ്ങനെയാണ്? നല്ല സമീപനം, സ്നേഹമസൃണമായ പെരുമാറ്റം. അല്ല, ഈ ഖാർഗേജി ഒക്കെ ഇത്രയും സ്നേഹത്തിൽ പെരുമാറുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. ആ സ്നേഹത്തോടെയുള്ള ഗാന്ധി എന്നെ ആശ്ലേഷിച്ചിട്ടാണ് എന്നെ വിട്ടത്. നല്ല സ്നേഹം. അല്ല, ആ ആശ്ലേഷം അങ്ങേ യാത്ര അയക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. എന്തോ ആവട്ടെ, ഞാനതിനെ കുറിച്ച് ചോദിക്കാനൊന്നും പോയിട്ടില്ല. ഈ ആശ്ലേഷം എന്നെ പുറത്താക്കാനാണെന്നൊന്നും ചോദിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. എനിക്കത് പ്രശ്നവുമല്ല. അതൊക്കെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ തീരുമാനമാണ്. ആ തീരുമാനം വാട്ട് എവർ ഇറ്റ് മേ ബി ദാറ്റ് ഐ വിൽ ഒബേ. ദീപാദാസ് മുൻഷി അങ്ങേക്കെതിരെ എന്തെങ്കിലും റിപ്പോർട്ട് റിപ്പോർട്ടഡ് ടു ഹൈക്കമാൻഡ്. അത് അങ്ങേ മാറ്റണമെന്നാണോ? അങ്ങനെ എന്തെങ്കിലും? പക്ഷേ അങ്ങയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? എന്റെ നിലപാട് എന്താണെന്ന് പാർട്ടി മാറണമെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് മാറും. ആ ദേശീയ നേതൃത്വം അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടില്ല. അന്ന് 100 വട്ടം പറഞ്ഞു എനിക്ക് ചോദിക്കരുത്. പക്ഷെ അങ്ങനെ വലിയ പ്രചാരണം നടക്കുന്നതിനല്ലേ നിങ്ങൾ നിഷേധിക്കുന്നത്? ഞാൻ നിഷേധിച്ചാൽ പിന്നെ നിങ്ങൾ പിന്നെ അത് അങ്ങനെ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കല. ഇന്നലെ എനിക്ക് വിശ്വസനീയമായ ഒരു കേന്ദ്രത്തിൽ ലഭിച്ച വിവരമനുസരിച്ച് ആന്റോ ആന്റണി തന്നെ KPCC അധ്യക്ഷനായി ഇന്നലെ തന്നെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് കോട്ടയത്ത് അദ്ദേഹം തങ്ങുകയായിരുന്നു എന്നും. അത് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചല്ലോ. അദ്ദേഹം പിൻവലിച്ചല്ലോ. അദ്ദേഹം തന്നെ അദ്ദേഹത്തെ പിൻവലിച്ചു. അല്ല, യഥാർത്ഥത്തിൽ ആർക്കാണ് ഒരു കാര്യം കൂടെ ആർക്കാണ് അങ്ങേ മാറ്റാൻ? എന്താണ്? ആർക്കുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് അന്വേഷിച്ചപ്പോ ആർക്കുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രചാരണം അങ്ങനെ വന്നൊരു പ്രചരണം വന്നത്? നിങ്ങൾ അന്വേഷിക്കണം. മാധ്യമങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തുക. അതാണ് നിങ്ങളുടെ ധർമ്മം. നിങ്ങളൊരു നല്ല മര്യാദയും അന്തസ്സുള്ളൊരു മാധ്യമമാണെങ്കിൽ ഇതിന്റെ പിറകിൽ ആരാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്താ. ഓക്കെ, അതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. യെസ്, അതാണ് ഡാൻ. അദ്ദേഹം പറയുന്ന വാക്കുകൾ അത് തന്നെയാണ്. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, തനിക്കെതിരെ റിപ്പോർട്ട് നൽകിയെന്ന കാര്യം സുധാകരൻ സ്ഥിരീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ അത് ആരുടെ സമ്മർദ്ദത്താൽ, എന്തുകൊണ്ട് അങ്ങനെ റിപ്പോർട്ട് പോയി? കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി റിപ്പോർട്ട് നൽകിയിട്ടും എന്തുകൊണ്ട് ഹൈക്കമാൻഡ് ആ വാദം അംഗീകരിച്ചില്ല? സുധാകരനെ മാറ്റുന്നില്ല. നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ദീപാദാസ് മുൻഷിയും KPCC അധ്യക്ഷനും തമ്മിൽ, അതായത് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും KPCC അധ്യക്ഷനും തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നുവെന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. അങ്ങനെയാണ് സംസ്ഥാനത്തെ എല്ലാ മുതിർന്ന നേതാക്കളുമായി ദീപാദാസ് മുൻഷി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്ന കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ ആ റിപ്പോർട്ടിൽ KPCC അധ്യക്ഷനെ മാറ്റണമെന്നാണ് ദീപാദാസ് മുൻഷി പരാമർശിച്ചിരിക്കുന്നത് എന്ന് KPCC അധ്യക്ഷൻ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദീപാദാസ് മുൻഷി നൽകിയ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുഖവിലക്കെടുത്തുകൊണ്ട് ഹൈക്കമാൻഡ് നേതൃത്വം അങ്ങനെയൊരു നേതൃമാറ്റത്തിന് തയ്യാറാകുമോ? അങ്ങനെ തയ്യാറാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് KPCC അധ്യക്ഷനെ ആ കാര്യം ഇതുവരെ അറിയിച്ചിട്ടില്ല? ഇതൊക്കെ ചർച്ചകളിൽ വരുന്നു. അതോടൊപ്പമാണ് KPCC അധ്യക്ഷൻ K. സുധാകരനെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി അടിയന്തരമായി ഡൽഹിയിലേക്ക് കഴിഞ്ഞ ദിവസം വിളിച്ചു വരുത്തുന്ന സാഹചര്യമുണ്ടായത്. മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും അരമണിക്കൂർ സമയം വ്യക്തിപരമായി KPCC അധ്യക്ഷനുമായി സംസാരിച്ചുവെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിനുശേഷം ഈ മീറ്റിംഗിനിടയിൽ ഒരേ ദിവസം 3 സ്ഥലങ്ങളിൽ, അതായത് നിലമ്പൂരിലും പാലക്കാടും പത്തനംതിട്ടയിലും ഒരേ ദിവസം അദ്ദേഹം പങ്കെടുത്ത പരിപാടികളുടെ വിശദാംശങ്ങൾ, അതോടൊപ്പം പത്തനംതിട്ടയിൽ അദ്ദേഹം നടത്തിയ വളരെ വിവാദമായി മാറിയ ഒരു പരാമർശം, അതായത് പത്തനംതിട്ട കോൺഗ്രസ് 5 മണ്ഡലങ്ങളിൽ ജയിച്ചിരുന്ന ഒരു സ്ഥലമാണ്, അവിടെ ഇപ്പോൾ ഒരു നക്കിപ്പൂച്ച പോലും ഇല്ല എന്ന തരത്തിൽ KPCC അധ്യക്ഷൻ നടത്തിയ പരാമർശം, അതുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലിപ്പുകളടക്കം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഈ കൂടിക്കാഴ്ചക്കിടയിൽ പ്ലേ ചെയ്ത് കണ്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയാണ് പിന്നെ എങ്ങനെ അനാരോഗ്യം പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കഴിയുമെന്ന കാര്യം മല്ലികാർജ്ജുന ഖാർഗെ രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നു. അതിനിടയിൽ KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ് മടങ്ങുമ്പോൾ മല്ലികാർജ്ജുന ഖാർഗെ
തന്റെ ഔദ്യോഗിക ഓഫീസിന് പുറത്തേക്കെത്തി ഈ KPCC അധ്യക്ഷനെ ആശ്ലേഷിച്ചുകൊണ്ട് പതിവിന് വിപരീതമായി അവിടെ നിന്ന് സ്നേഹോഷ്മളമായ സ്വീകരണം നൽകി യാത്രയാക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമൊക്കെ വ്യക്തമാക്കുന്നത്. അത് ഒരു യാത്രയയപ്പായിരുന്നു എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിച്ചത് ചില കുബുദ്ധികളാണ് എന്ന് കൂടി സുധാകരൻ പക്ഷം പറഞ്ഞു വെക്കുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം സമാനതകളില്ലാത്ത വലിയ അഭ്യൂഹങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ വഴിവെക്കുന്ന തരത്തിലേക്ക് മാറുകയാണ്. അവിടെ ഏത് തരത്തിലായിരിക്കും നേതൃത്വം ഇപ്പോൾ പ്രചരിക്കുന്ന ഈ വാർത്തകളോട് ഔദ്യോഗികമായി പ്രതികരിക്കുക എന്നതാണ് അറിയാനുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് AICC ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് വളരെ ഗൗരവമുള്ളതാണ്. ആ ഗൗരവമുള്ള റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് സുധാകരനെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തയ്യാറാകുമോ, അതോ AICC ജനറൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് വകവയ്ക്കാതെ തൽസ്ഥാനത്ത് തുടരാൻ KPCC അധ്യക്ഷന് അനുവാദം നൽകുമോ? ഈ രണ്ട് വലിയ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരം തേടുകയാണ് കോൺഗ്രസ് പ്രവർത്തകരും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവും. അതിനിടയിലാണ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും നടന്നിട്ടില്ല, ഇനി ഇങ്ങനെ ഒരു ചോദ്യമേ ചോദിക്കരുത് എന്ന് പറഞ്ഞ് K. സുധാകരൻ അല്പസമയം മുമ്പ് നമ്മളോട് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം.